നീ എന്താണ് ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ച് വിചാരിച്ചത്? വീശി വെച്ചാൽ മാത്രം പോരാ, നട്ടിലുള്ള ആണാണെങ്കിൽ വാക്കുകൊടുത്ത് പണിയെ തന്നെ കെട്ടണോടാ. അവളെ കെട്ടാൻ നല്ല ചങ്കൂച്ചുള്ള ആണ് വരുവാ, കേട്ടോടാ. എന്താ എന്താ ഇവിടെ പ്രശ്നം? എന്തുണ്ടായത്? എന്താ നിങ്ങൾക്കെന്താ? നിങ്ങളതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഇവിടുത്തെ പ്രശ്നം അന്വേഷിക്കാൻ നിങ്ങൾ ആരാ? ഇത് സ്ഥലം ഏതാണെന്നറിയോ? മക്കളെ, ഇത് രാജ്യം വേറെയാ, പെരിങ്ങോട്ടുകര. കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ കേട്ടില്ലടാ. ഇവന്മാർക്കൊരു കള്ള ലക്ഷണം. ഇവന്മാരെ വിശദമായിട്ടൊന്ന് ചോദ്യം ചെയ്യണം. അതന്നെ. മെമ്പർ എങ്ങോട്ടായി വെടികൊണ്ട വന്നേ പോലെ പോകുന്നത്? എന്തോ കോളുണ്ടെന്ന് തോന്നുന്നു. നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് 100 നോട്ട് കൊണ്ടാറാട്ടെ. എന്റെ 9ാം വാർഡിൽ നുഴഞ്ഞേറിയ ഭീകരന്മാരെവിടെ? അവര് വില്ലിന്റെ കസ്റ്റഡിയിലാ. അവരെ ചോദിഞ്ഞ അവനെന്താ അവകാശം? ഞാനല്ലേ ഈ വാർഡിലെ മെമ്പർ. ഒരു ചൂട് ചായ എടുത്തു വെച്ച് തണുക്കുമ്പോ കഴിച്ചോളാം. ഇത് കണ്ട, ഇത്തവണ വില്ലടിച്ചാൻ പാട്ടിനുള്ള സംഗീത നാടക അക്കാദമി അവാർഡ് എനിക്കാ. 10,000 രൂപ ഗ്യാരണ്ടിയാ. ആർക്കും എനിക്ക് വായ്പ തരാം. 10,000 രൂപ മാത്രമല്ല, പ്രശസ്തി പത്രവും പിന്നെ ഒരു പലകയും. പലകയിലെ പറ്റിക എടോ പലകം. എവിടെ അവര്? എവിടെ ഭീകരന്മാര്? അയ്യേ, ഈ ഞോള പിള്ളേരാണാ? അമ്പേ വില്ലേ, ഞാൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്കും ഇവർക്ക്. അയ്യോ, ഇവൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അറിയില്ല. ഇവൻ ആരുമല്ല. ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പറാ, MK മണി. മനസ്സിലായ? MK മണി എന്ന് വെച്ചാൽ മരം കൊത്തി മണി. തെങ്ങേറ്റമാണ് ജോലി. എങ്ങനെയോ മെമ്പറായി പോയി. ഈ പെരുമൺ ദുരന്തം കേട്ടിട്ടില്ലേ? അതുപോലെ. കാശ് കൊടുത്താൽ ഇവിടെ ആർക്കും അവാർഡ് കിട്ടും. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയാൽ പേ അവാർഡ് വരെ കിട്ടും. പക്ഷെ ഈ ബ്രീഫ് കേസിൽ എന്താണെന്ന് അറിയാമോ? ഈ വാർഡിന്റെ പുരോഗമനത്തിന് വേണ്ടിയുള്ള പ്രോജക്ട് റിപ്പോർട്ടുകളാണ്. എല്ലാരും പരിചയപ്പെട്ട് കഴിഞ്ഞല്ലോ. ഇനി ഞങ്ങൾക്ക് കിഷോറിന്റെ വീട് എവിടെയെന്നൊന്ന് കാണിച്ചു തരണം. അതറിഞ്ഞേ നിങ്ങൾ ഇവിടുന്ന് പോകൂ. പറഞ്ഞുതരാൻ ഉദ്ദേശമില്ലെങ്കിലേ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. നിങ്ങൾ വലിയ കണ്ടുപിടുത്തക്കാരാണല്ലേ. ഈ പെരിങ്ങോട്ടുകര വന്ന ആളാവാനുള്ള ചങ്കുറപ്പുണ്ടെങ്കിൽ ചെന്ന് കണ്ടുപിടിക്ക്. ചെന്ന് കണ്ടുപിടിക്കണ. അല്ല, എന്താ ഈ വരവിന്റെ ഉദ്ദേശം? ഞങ്ങൾക്ക് അവനെ ഒന്ന് കാണണം. എന്നാ കേട്ടോ, ഈ പെരിങ്ങോട്ടുകരയിൽ അങ്ങനെ ഒരു കുടുംബം ജീവിക്കുന്നില്ല. ഇവിടുത്തെ റേഷൻ കാർഡിലും വോട്ടർ പട്ടികയിലും അങ്ങനെ ഒരു കുടുംബം ഇല്ല. അതുകൊണ്ട് മക്കള് വേഗം സ്ഥലം വിട്ടോ. ഇത് വേറെ നാടാ. അവനെ കണ്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. അവനെ തല്ലിയതാരാന്ന് ഞങ്ങൾക്ക് അറിയണം. ഓഹോ, അപ്പൊ അവനെ തല്ലിയവരോട് പ്രതികാരം ചെയ്യാൻ വന്നവരാണല്ലേ? എന്ന് വെച്ചാ പാർത്തം പിള്ളയോട് ഏറ്റുമുട്ടാൻ വന്ന ഗുണ്ടകളാണ്. വില്ലേ, ഇമാരാണ് പിടിച്ചു വെച്ചേക്കണത്. സൂക്ഷിക്കണം. ഇമാരാരാ പുലികളെന്നറിയാമോ? എന്റെ അല്ല, ഇത് ഡോക്ടർ അറിഞ്ഞു കാണൂല്ലോ. നിങ്ങളൊക്കെ ശരിയാക്കി തരാടാ ഞാൻ. എന്നോടാ കളി. പെങ്ങന്മാരെ ഒരു അണ്ടർ ക്ലാസ് വെച്ചാൽ ഇമാര് ഇനിയും പകരം പറ്റിയാലോ. ഇത് ഉപ്പില്ലാത്ത കാടിവെള്ളത്തിൽ 4 നേരം കലക്കി കൊടുക്കണം. സോറി, അത് സാരില്ലെന്നേ. ഇത് ഇത്ര നേരം കൊടുക്കണമെന്നാ പറഞ്ഞു. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ 40 നേരം കൊടുക്കണമെന്നേ ഞാൻ പറയായിരുന്നുള്ളൂ. പക്ഷെ പങ്കയാക്ഷിയോട് എനിക്കെങ്ങനെ പറയാൻ പറ്റുമോ? എന്നാലും എത്ര നേരം കൊടുക്കാം? എത്ര നേരം കൊടുക്കും? അത് എന്നോടാണോ ചോദ്യം? ഇത് നല്ല കൂത്ത്. പങ്കജാക്ഷിക്ക് എത്ര നേരം വേണമെങ്കിലും കൊടുക്കാം, പോരെ? പിന്നെ പങ്കജാക്ഷിയുടെ ആടായതുകൊണ്ട് ഞാൻ പുറത്തേക്കൊരു മരുന്ന് എഴുതി തരാം. ആട് നമ്മളെപ്പോലൊരു മനുഷ്യനല്ലേ. എന്താ പേര്? പങ്കജാക്ഷി. ആടിന്റെ പേരാ ചോദിച്ചത്. ഓ, ആടിന് പേരും ജാതകമൊന്നും ഇല്ല സാറേ. എന്നാൽ ഒരു പേരിടണ്ടേ? പങ്കജാക്ഷിയുടെ ആടായതുകൊണ്ട് പങ്കു ആട്. എന്താ സാറേ? കേട്ടില്ലേ? ഒരു പശുക്കിടാത്തിയുടെ വികാരഭരിതമായ കരച്ചിൽ പുറത്തു വന്നിരിക്കുക. ഇതുങ്ങൾക്ക് വാവെടുക്കുമ്പോഴാ വേണ്ടാത്ത വിചാരങ്ങൾ വരുന്നത്. നമുക്കാണെങ്കിൽ ഇക്കാര്യത്തിൽ വാവും സംക്രാന്തി ഒന്നുമില്ല. പ്രത്യേകിച്ച് എനിക്ക്. മരുന്ന്. സോറി. ഓ,
ഒന്ന് തൊട്ടേന് എന്തിനാ സോറി പറയണേ? സാരി വേണമെങ്കിൽ തൊട്ടോ. ഏ? തൊട്ടോ സാറേ, ഞാൻ- തൊട്ടോന്നേ. തൊട്ട് കളിക്കാൻ ഇതെന്താ എൽ പി സ്കൂളോ? സാറേ, തങ്കമണിയോ വാ വാ. അത് ഇഞ്ചക്ഷൻ ചെയ്യാൻ പശുവിനെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ തങ്കമണി, ആ വിത്ത് വർക്കിയുടെ അടുത്ത് നല്ല അസല് വിത്തുകാളെ ഉണ്ടായിരുന്നില്ലേ? അവിടെ കൊണ്ടുപോയാ പോരായിരുന്നില്ലേ നിനക്ക്? വിത്തുകാളെ കൊണ്ടുള്ള ചവിട്ട് നാടകമൊക്കെ കാലഹരണപ്പെട്ട പഴയ പരിപാടികളാ. ഇപ്പൊ ഒറ്റ ഇഞ്ചക്ഷൻ മതി ആരോഗ്യമുള്ള നല്ല പശുക്കിടാവ്. അതിന് അകിട് നിറയെ വെള്ളം ചേർക്കാത്ത പാല്. വരൂ തങ്കമണി. എന്നാ പോട്ടെ സാറേ. ആ. തങ്കമണിയുടെ അനിയത്തിക്ക് കോളേജിൽ പ്രശ്നമൊന്നുമില്ലല്ലോ? ഉണ്ടാവില്ല. ഞാൻ എല്ലാത്തിനും തറ വരട്ടല്ലേ വരട്ടി നിർത്തിയിരിക്കുന്നത്. ഗോവർദ്ധന ഗോവർദ്ധന. ഒരു നാണമില്ല ഇതിന്, അല്ലേ തങ്കമണി? ഗോവർദ്ധന, ഇയാള് ഗോവർദ്ധന, ഓ ഈ വർക്കി വിത്ത് കാളെ തീറ്റി പറ്റുന്നത് കന്നുപൂട്ടാനല്ല. പിന്നെ? എന്റെ ചോറിനാ നീ കല്ല് വാരിയിട്ടത്. അത് ഞാൻ പൊറുക്കാം. പക്ഷേ എന്റെ വിത്ത് കാള നിന്നെ വെറുതെ വിടൂല. തങ്കമണി, വർക്കിച്ചേട്ടൻ വിട്ടെ. എന്റെ പശുക്കളുടെ കാര്യത്തിൽ എന്താ വേണ്ടെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. തങ്കമണി. ഒലിപ്പീര്. എടോ വർക്കി, താൻ ഇതിനെ കൊണ്ട് പോകാൻ നോക്ക്. അതാണ് നല്ലത്. വേഗം വാ. തങ്കമണി. വിത്ത് വർക്കി, വിത്തുകളാ. ഒരുപാട് ഓടിയതല്ലേ. ഡോക്ടറെ, പഞ്ചായത്തിന് കിട്ടി കോഴിയാ, മുട്ടയിടണില്ല. എടോ, പ്രായപൂർത്തിയാകാത്ത കോഴിയെ കൊണ്ട് മുട്ടയിടിക്കാനൊന്നും പറ്റില്ല. മനസ്സിലായോ? വൃത്തിയോട്ടവനെ പോടോ. എന്റെ മെടയില് അല്ല, കോളേജിൽ വെച്ച് പണിയെന്നവന്മാരെ നമ്മളെ പിടിക്കാൻ പറ്റും. ഒരു രക്ഷയില്ല. അവന്മാർ ഇങ്ങോട്ടാണോ വരുന്നത്? ദേ എന്റെ പിന്നാലെ ഉണ്ടെന്നേ. ഈശ്വര, അവന്മാർ ഇവിടെ വന്ന് കൊളയെ സംഭവിച്ചെല്ലാം തങ്കമണിയോട് പറഞ്ഞാൽ ആ വരുന്നവനെ എന്നെ ആടായിട്ട് അണിയിച്ചൊരുക്കിയത്. സുലൈമാൻ വിട്ടോ, അവന്മാർക്കുള്ള പണി ഞാൻ കൊടുത്തോളാം. ഞങ്ങള് ഡോക്ടറെ അന്വേഷിച്ചാ വന്നത്. എന്നോട് ക്ഷമിക്കണം, ഞാനൊരു പ്രണയാതുരനായ ഡോക്ടറാണ്. സംഭവിച്ചെല്ലാം നല്ലതിന്, സംഭവിക്കാൻ പോകുന്നത് നല്ലതിന്. ഇനി വല്ലതും സംഭവിക്കാനിരിക്കുന്നെങ്കിൽ അതും വളരെ നല്ലത്. ഡോക്ടർ എന്തിനാ ഞങ്ങളോട് ക്ഷമ ചോദിക്കുന്നത്? ഞങ്ങളുടെ ഭാഗത്ത് ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോ വന്നത് ആ കിഷോറിനെ കാണാനാ. ആരും ഞങ്ങൾക്ക് കിഷോറിന്റെ വീട് കാണിച്ചിരുന്നില്ല ഡോക്ടർ. ഞാൻ കാണിച്ചു തരാം. എങ്കിലിപ്പോ തന്നെ പോകാം. പക്ഷേ പാർത്ഥമ്പിള്ളയെ നമ്മൾ പേടിക്കണം. പക്ഷെ ഇപ്പൊ എനിക്ക് പേടിയില്ല. അടികൊള്ളാൻ നിങ്ങളെല്ലാം ഉണ്ടല്ലോ. കമാൻ, വരൂ. ശരി. ഇവൻ എന്നെ ചവിട്ടിക്കാൻ വന്നതാണെന്ന് തോന്നുന്നു. എന്താ അയാൾ പറയുന്നത്? ഗോ ഗോ എന്ന് വെച്ചാൽ പിന്നാമ്പറത്തൂടെ ഓടാൻ. കമാൻ, ഓടിക്കോ.